ശരിക്കും ഈ ഗേൾസിനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ആഷിക്ക് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് തന്നെ. ഇതിനെക്കാട്ടി ലുക്കുള്ള എനിക്ക് ഇതുവരെയും പെണ്ണ് സെറ്റ് ആയിട്ടില്ല. ഇവ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ സെറ്റ് ആക്കുന്നത്? ആഷിക്ക് കഞ്ചാവാണോ ശരി? സത്യത്തിൽ ഞാൻ ഒരു സിഗരറ്റ് പോലും വലിക്കില്ല. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പേഴ്സണലി എനിക്ക് വരാറുണ്ട്. ആരാണ് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് 4 വർഷം മുമ്പാണ് എൻ്റെ ലാസ്റ്റ് ബ്രേക്കപ്പ്. ഒരു ഗേളിനെ വളയ്ക്കാനായിട്ട് ഉള്ള ഈസി ടിപ്സ്. പണ്ടായിരുന്നെങ്കിൽ വളയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ എന്താ സിമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബോയിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു ഗേളിനോട് സംസാരിക്കുന്നത് സിമ്പിൾ. കിസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അവർക്ക് എന്നെ കിസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇതുണ്ട്, കംഫർട്ടാണ്. ഗേൾ ഫ്രണ്ട് ആയിരുന്നാലും ബെസ്റ്റി ആയിരുന്നാലും ഒരുപോലെ അല്ല അവർക്ക് സത്യം പറഞ്ഞാൽ. അതായത് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തേക്കുന്നു. ടേണിംഗ് പോയിന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നിങ്ങൾ എല്ലാവരും ഏറെ ക്യൂരിയോസിറ്റിയോടെ കാണുന്ന, എല്ലാവർക്കും പരിചയപ്പെടാൻ ആഗ്രഹമുള്ള ആഷിഖാണ്. ആഷിഖ്, വെൽക്കം ടു ദ ഷോ. സാധാരണ ആഷിഖിന്റെ കൂടെ എപ്പോഴും കുറേ ഗേൾസ് ഉണ്ടാവും. അപ്പൊ ഇന്നും ഒരാളെയും കൊണ്ടാണ് ആഷിഖ് വന്നിരിക്കുന്നത്. എന്താണ് പേര് പറഞ്ഞു? ഗൗരി. ഗൗരി എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസറാണ്. ഡാൻസറാണ്. ഓക്കെ, ഡാൻസറാണ്. ഡാൻസിങ് ആണ് പാഷൻ? അതെ, പ്രൊഫഷനും ഡാൻസ് തന്നെയാണ്. ഡാൻസാണ്. എവിടെയാണ് താമസം? ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം. ഓക്കെ. അപ്പൊ ആദ്യം ചോദിക്കട്ടെ ആഷിഖ്, എങ്ങനെയാണ് ഈ ഹെയർ ബോയ് എന്നുള്ള പേര് വന്നത്? അതായത് എനിക്ക് മുമ്പ് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ആഷിഖാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വെറുതെ ഹെയർ ബോയ് എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആ പേരിനോട് എനിക്കൊരു ഇത് കൂടി, മുടി ഉള്ളത് കൊണ്ട് മാത്രം. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈം എല്ലാവരും പേര് മാറ്റിയൊക്കെ ഇടുന്ന ടൈമല്ലേ, സ്വന്തം പേരല്ലല്ലോ ഇടുന്നത്. അങ്ങനെ വെറുതെ ഹെയർ ബോയ് എന്ന് ഇട്ടതാ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ ആഷിഖ് ഫാമിലിയെ കുറിച്ച് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ, പിന്നെ 3 ചേച്ചിമാരുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പം ദുബായിലാണ്. അച്ഛനമ്മയൊക്കെ എന്താ ചെയ്യണം? അച്ഛൻ ഫിഷർമാനാ, അമ്മ വീട്ടിൽ തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ. എന്താണ് ഭാവി പരിപാടികൾ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കൊരു മെൻസ് വെയർ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം, അത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അച്ഛൻ ഫിഷർമാൻ എന്ന് പറഞ്ഞല്ലോ, അപ്പം ആ പേരും പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ അത് കളിയാക്കല് അങ്ങനെ ആരും ഇതുവരെ ഒന്നുമില്ല. അവർക്കൊക്കെ സന്തോഷം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഈ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് ഇവൻ എങ്ങനെ ഇത്രയും പെമ്പിള്ളാരെ സെറ്റാകാൻ പറ്റുന്നു, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്? വന്നിട്ടുണ്ട്. അതായത് ഈ മണ്ടൻ എങ്ങനെ ഇത്രയും പെണ്ണുങ്ങളെ, ഇതിനെക്കാട്ടി ലുക്കുള്ള എനിക്ക് ഇതുവരെയും പെണ്ണ് സെറ്റായിട്ടില്ല, ഇവ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ സെറ്റാക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വരാറ്. സത്യത്തിൽ ലുക്ക് നോക്കിയല്ലല്ലോ ഈ പെൺകുട്ടികൾ നമ്മളെ കൂടെ വരുന്നത്. അത് അവന്മാർക്ക് അറിയത്തില്ല, അതാണ് പ്രത്യേകത. ഇങ്ങനെ കൃഷ്ണനെ പോലെ നടക്കുമ്പോൾ ഇപ്പം ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ല പുറത്തുനിന്നാണെങ്കിലും പിടിച്ചിട്ട് അടിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ ഇപ്പോൾ ഗേൾസുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈം ഒരുപാട് പേര് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതായത് നീ എന്തിനാ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന, പയ്യന്മാരുടെ കൂടെ. അതായത് മാനവീയം പോയപ്പോൾ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഗേൾസിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഒരു 3 പയ്യന്മാർ വന്നിട്ട് എന്നോട് എന്ത് നമ്മളെ കൂടെ ഡാൻസ് കളിക്കും. ഞാൻ പറഞ്ഞില്ലടാ, എനിക്ക് നിന്നെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാർ വീണ്ടും ഉടക്കിയിട്ട് എൻ്റെ അടുത്തുനിന്ന് ഉടക്കിയിട്ട് ഞാൻ സിമ്പിളായിട്ട് പോയി. പക്ഷേ വീണ്ടും അവന്മാർ എന്നോട് ഉടക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്നത് കൊണ്ട് മാത്രം, അത് ഈ പെണ്ണുങ്ങളുടെ മാത്രമേ ഡാൻസ് കളിക്കൂ, എന്നെ പിടിച്ച് വലിച്ചു, ഞങ്ങളോട് ഒന്നും ഡാൻസ് കളിക്കില്ല എന്നൊക്കെ പിടിച്ച് വലിച്ച് സീനായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എടുത്ത് ചോദിച്ചു. അത് വലിയ സീനൊക്കെ ലാസ്റ്റ് പോലീസൊക്കെ വന്നിട്ടാണ്. ഇതൊക്കെ ഒരുപാടുണ്ട്. അല്ലാതെ ഞാൻ പെൺകുട്ടികളുടെ കൂടെ പുറത്ത് പോകുമ്പോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, അതായത് അവന്മാർക്ക് ഞാൻ എന്ത് പറയാനാ, പെൺകുട്ടികളുടെ കൂടെ പോകുന്നത് കാണുന്നത് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ആ ഒരു സീൻ കൊണ്ട് അവന്മാർ എന്നോട് ഉടക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ എനിക്ക് മെസ്സേജ് ചീത്ത വിളിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, അത് പറയാൻ കൊള്ളില്ലാത്ത മെസ്സേജൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ടിനാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ മെസ്സേജസ് DM ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇവൻ്റെ കൂടെ നടക്കുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട്? ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പേഴ്സണലി എനിക്ക് വരാറുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ഇയർ കഴിഞ്ഞു. എനിക്ക് ഇതുവരെയും ഒരു ബാഡായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു
സൈഡിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരുടെ ഭയങ്കര സ്നേഹമാണ്. അവനൊരു വഴക്കോ അടിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ആരോടെങ്കിലും വഴക്കുണ്ടാക്കാൻ പോയാലും അവനത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ ആരാണ് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. കാണുന്നുണ്ട്, പല സ്ഥലത്തും കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയാൻ പറ്റണില്ല. ആഷിക്ക് ഇപ്പോൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ബ്രേക്കപ്പിനെ കുറിച്ച് പറയും. ഡേറ്റ് ഇപ്പൊ ഇല്ലെങ്കിൽ മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നിരിക്കണത്. എന്താ ഡേറ്റിംഗ്? അല്ല, ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് 4 വർഷം മുമ്പാണ് എൻ്റെ ലാസ്റ്റ് ബ്രേക്കപ്പ്. അത് കഴിഞ്ഞ പിന്നെ ആരുമായിട്ട് ആരും സ്നേഹിക്കാൻ നിന്നിട്ടില്ല. അതിന്റെ വിഷമം എത്രമാത്രം വലുതാണെന്ന് എനിക്ക് അറിയാമെന്നുള്ളത്. റീസൺ ഒന്നുമില്ല, ചെറിയൊരു കാര്യം. അവള് കോട്ടയത്തുള്ളതാണ്. നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ പ്രണയിച്ചത്. പിന്നെ നേരിട്ടൊക്കെ കണ്ട് നമ്മൾ 8 മാസത്തെ പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ചെറിയ ചെറിയ സീനൊക്കെ വീട്ടിലെ അല്ല 4 വർഷം മുമ്പാണ് ഞാൻ വീഡിയോസൊക്കെ ഇപ്പോഴാണ് ഈ കോളേജിൽ കയറിയതിന് ശേഷമാണ് വീഡിയോസൊക്കെ ചെയ്തത്. അതിന് മുന്നേ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവൾ ചെറിയൊരു കാര്യത്തിൽ, അതായത് വീട്ടിലെ സീൻ വെച്ചിട്ടാണ് എന്നെ ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയത്. ശരിക്കും ഈ ഗേൾസിനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ആഷിക്ക് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. ഗേൾസ് എല്ലാവർക്കും ഇഷ്ടം ആണ്. അല്ലാതെ ഞാൻ വീഡിയോസിന് വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഇത് എനിക്ക് ഗേൾസ് മാത്രമല്ല എൻ്റെ കൂടെ നടക്കുന്നത്, ബോയ്സും ഉണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഗേൾസിനെ കൂടുതലായിട്ട് ഇതാക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് കൊണ്ട് നടക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ അൾട്ടിമേറ്റ്. അതെ, അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ നടക്കുമ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ വീഡിയോസ് മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഇഷ്ടം അതാണ്. മുമ്പ് ഞാൻ വേറെ കണ്ടൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അതിന് റീച്ചൊക്കെ കുറവായിരുന്നു. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ എന്താ പറയണ്ടേ, റീച്ച് കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് വെച്ച് പിടിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അതൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള കമന്റ്സിൽ നെഗറ്റീവായിട്ട് വരുന്നില്ല ഏറ്റവും കൂടുതലും കുണ്ടനാണെന്ന്, പ്ലേ ബോയ് ആണെന്ന്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ അതിലൊന്നും എനിക്ക് വിഷയമല്ല, അതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാറില്ല. എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന ഒരുപാട് കമൻ്റ് ഉണ്ട്. അതായത് എൻ്റെ വീട്ടുകാരെ ചീത്ത വിളിക്കുമ്പോഴും അങ്ങനെ അതായത് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികളെ ചീത്ത വിളിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട്. പക്ഷേ റിയാക്ട് ചെയ്താൽ എത്ര പേരെ റിയാക്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പിന്നെ അത് വിടാം. ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എന്താണ് ആശിക്കിന് പറയാനുള്ളത്? അവരോട് എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ അറിഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഒന്നും അറിയാതെ ഞാൻ ഗേൾസിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് മാത്രം എന്നെ വിലയിരുത്തുന്നത് അത് ഭയങ്കര മോശമാണ്. ഇപ്പം റീച്ചൊക്കെ കിട്ടി നിൽക്കുന്ന ഈ ടൈമിൽ പണ്ട് മിണ്ടാത്തവരോ അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് സംസാരിക്കാറുണ്ടോ ആശിക്കിനടുത്ത്? സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സോ അങ്ങനെ? അല്ല, അവർക്കൊക്കെ ഞാൻ ഇപ്പോൾ ഞാൻ വലിയ ആളായെന്നുള്ള ഒരു ഇത് ഉണ്ട്. അതായത് ഒരുപാട് ഫേമസ് ആയി നിൽക്കുകയാണ്. എൻ്റെ സ്ഥലത്താണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് മിണ്ടാൻ ഭയങ്കര മടിയാണ്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തോ വലിയ ആളാണെന്ന് വെച്ചിട്ട് എന്നോട് മിണ്ടാൻ വരാത്തവരാണ് കൂടുതലും. അങ്ങനെ പ്രത്യേകിച്ച് മിണ്ടാനൊന്നും വരത്തില്ല. പക്ഷെ പെൺകുട്ടികളുള്ളത് കൊണ്ട് നിനക്ക് എങ്ങനെ ഇത്ര പെണ്ണുങ്ങളെ കിട്ടി, നമ്മളെ കൂടെ പഠിച്ചപ്പോൾ നീ അങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ മിണ്ടാനൊന്നും വരത്തില്ല. എന്തോ എനിക്ക് വലിയ ജാടയാണെന്ന് വെച്ചിട്ട് മിണ്ടാൻ വരത്തില്ല. സത്യത്തിൽ അവർ മിണ്ടാൻ വന്നാലേ എനിക്ക് സന്തോഷമുള്ളൂ. ഈ ഒരു ലുക്കും ഹെയറും ഒക്കെ വെച്ചിട്ട് പോലീസ് പിടിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അവർ ചോദിച്ച എന്ത് ചെയ്യുന്നു, കഞ്ചാവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആശയം കഞ്ചാവാണോ? ശരി. സത്യത്തിൽ ഞാൻ ഒരു സിഗരറ്റ് പോലും വലിക്കില്ല, ഒരു ബിയർ കുടിക്കില്ല, ദുശീലങ്ങളൊന്നുമില്ല. ക്ലീൻ ആണ്. ഇതിൽ മാത്രമാണ് എനിക്ക്. എങ്ങനെയാണ് നാട്ടുകാർ നോക്കുമ്പം ഇപ്പോൾ ഒരു പെണ്ണെ കൊണ്ടുപോകുന്നു, അവളുമായിട്ടുള്ള നാളെ വരുന്നത്, ഡെയിലി ഓരോ പെൺപിള്ളേരെ വീഡിയോസ് ഇറക്കുന്നു. അപ്പം എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു അപ്രോച്ച്? സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട് 5 തെങ്ങാണ്, ട്രിവാൻഡ്രം വർക്കല 5 തെങ്ങിൻ്റെ അടുത്താണ്. പക്ഷെ എൻ്റെ നാട്ടുകാർ എനിക്ക് വെച്ചതിൽ നോക്കിയാൽ ഓക്കെയാണ്. എന്നോട് പ്രത്യേകിച്ചൊന്നും പറയാറില്ല, എന്നോടൊന്നും പറയത്തില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം. ആരും ഒന്നും എന്നെക്കുറിച്ച് മോശമായിട്ട് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ നാട്ടുകാരെക്കുറിച്ച്. പക്ഷേ എൻ്റെ നാട്ടിന് പുറത്താണ് ഇതിനൊക്കെ കൂടുതലായിട്ട്. അതായത് ഞാൻ ഒരുപാട് ഗേൾസിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഇത് അവർ ഇങ്ങനെ പറയുന്നത്. അറിയാവുന്ന ഒരു വ്യക്തിയും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയും എന്നെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ട്
പറയാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല, ഇനി അത് അനുവദിക്കത്തില്ല. ഇപ്പോൾ ഒരു ഗേളിനെ വളയ്ക്കാനായിട്ട് ഉള്ള ഈസി ടിപ്സ് ആഷിക്കിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ വളയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു പെണ്ണിനെ മുഖത്ത് നോക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴാണെങ്കിൽ എന്താ സിമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബോയിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു ഗേളിനോട് സംസാരിക്കുന്നത് സിമ്പിളായിട്ട്. ഒരു പ്രത്യേകതയില്ല. പിന്നെ അവർക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതലായിട്ട് എന്നിൽ ഇതാവുന്നു. ഞാൻ അവർക്ക് എന്തിഷ്ടം അതാണ് ഞാൻ അവരോട് കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിനൊന്നുമില്ല ഞാൻ നിൽക്കാറ്. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്താണ് വേണ്ടത് അതിപ്പോൾ പയ്യനായിരുന്നാൽ പോലും ഞാൻ അങ്ങനെയാണ് നിൽക്കാറ്. അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ പെണ്ണുങ്ങൾ വളയ്ക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് വീഡിയോസ് ചെയ്തതെന്ന്? അല്ലാതെ എനിക്ക് പ്രൊമോഷനായിട്ട് ചെറുതായിട്ട് ചെറിയ പ്രൊമോഷനൊക്കെ കിട്ടാറുണ്ട്. അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഗേൾസിന്റെ വീട്ടുകാർ അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോസ് ചെയ്യുന്ന ഗേൾസിനോട് ഞാൻ ചോദിച്ചിട്ട് ആ വീഡിയോ ഇടുന്നതും എല്ലാം ചെയ്യുന്നത്. അതായത് അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇങ്ങനെ ചോദിക്കാതെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. വീട്ടുകാരൻ്റെ സീനായി അല്ലെങ്കിൽ ഫാമിലിയുടെ സീനായിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി. എനിക്ക് ഒരുപാട് വ്യൂസ്, അതായത് 1 മില്യൺ 2 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം അവൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലുമൊക്കെ സീനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിയ ഇതൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ വിഷമം. ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് പിന്നെ നല്ല റീച്ചായിട്ട് ഡിലീറ്റ് ആക്കുന്നത് അതിനെ കണ്ട് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. അങ്ങനെയൊക്കെ ആഷിക്കിന് അച്ചീവ് ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യം ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് എൻ്റെ ഡ്രസ്സിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഡ്രസ്സിങ് ഒക്കെ വെറൈറ്റി ആയിട്ട് മറ്റുള്ളവരെക്കാൾ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അത് പിന്നെ കൂടി വന്നപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നത് ഒരു സ്വന്തമായിട്ട് ഒരു മെൻസ് വെയർ ഇടണം. അങ്ങനെയൊക്കെ ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഇടും എന്തായാലും. അതായത് മെൻസ് വെയറിന് ആ ഒരു മൈൻഡ് മാത്രമേ എനിക്ക് ഇപ്പോഴും അതിടണം, അത് ഇട്ട് ഒന്ന് വലുതാവണം. എന്നെ കൊണ്ട് പറ്റും, എനിക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരാഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. ആഷിക്ക് ഇപ്പോൾ ഒരുപാട് ഗേൾസുമായിട്ട് ബെഡിൽ കിടക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ അതോ ഇങ്ങനെ തന്നെയാണോ ആഷിക്ക് നോർമലി? നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇപ്പോൾ എല്ലാവരുമായിട്ട് റൂമൊക്കെ എടുത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ റൂമൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പയ്യന്മാരെയൊക്കെ പിടിച്ച് ഒരു സൈഡാക്കിയിട്ട് പെൺകുട്ടികളായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന വീഡിയോസൊക്കെ കൂടുതലും കാണാൻ സ്ക്രിപ്റ്റഡ് ആണ്. അല്ലാതെ അങ്ങനെയൊന്നുമല്ല. വ്യൂവേഴ്സ് കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ വീഡിയോസാണ്. അതുകൊണ്ട് ഞാൻ അത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ കിസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുമ്പോഴത്തേനും ഭാവിയിൽ അതൊരു പ്രോബ്ലം ആവില്ല? ഇപ്പം ഗേൾസിനാണെങ്കിലും ആഷിക്കിനാണെങ്കിലും കിസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അവർക്ക് എന്നെ കിസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇതുണ്ട്, കംഫർട്ടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ കിസ് ചെയ്യുന്നതാണ്. അതായത് അവർ എനിക്ക് കിസ് തരുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഒരു കിസ് ചെയ്യണമെന്ന് വെച്ചിട്ട് എന്താ നടക്കാൻ ഒന്നുമില്ല. ഫ്രണ്ട്സ് തമ്മിൽ കിസ് ചെയ്യുന്ന ആ ഒരു ഇത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതിൽ വേറൊരു ബന്ധവും ഇല്ല നമ്മൾ തമ്മിൽ. സത്യം പറഞ്ഞാൽ അതാണ് യഥാർത്ഥം. അപ്പോൾ ആഷിക്കിന് ഹെയർ ആണ് ഭയങ്കര യുണീക്കായിട്ട് തോന്നുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇതിങ്ങനെ ആക്കിയെടുത്തതാണോ വീഡിയോസിന് വേണ്ടിയിട്ട്? വീഡിയോസിന് വേണ്ടിയിട്ടല്ല, അതായത് എനിക്ക് ഇങ്ങനെ നടക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ നടന്നിട്ട് അതായത് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം, അതായിരുന്നു പണ്ട് മുതൽക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെ കോസ്റ്റ്യൂം ഇങ്ങനത്തെ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് നടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഗൗരിയോട് ചോദിക്കുകയാണെങ്കിൽ വീട്ടുകാരൊന്നും പറയത്തില്ല ഇവൻ്റെ ഇവിടെ നടക്കരുത്, ഇവൻ ഇങ്ങനെ വെമ്പിളാരോട് നടക്കുന്ന ഒരുത്തനാണ്, ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ വഷളായി പോവും, ചീത്തയായി പോവും, ഇനി ഇവൻ്റെ കൂടെ പോകരുത്, വീഡിയോസ് ചെയ്യരുത്, അങ്ങനൊന്നും വീട്ടുകാരൊന്നും പറയാറില്ല? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ ഫാമിലിയിലെ മെമ്പർ പോലെ തന്നെയാണ്. വെച്ചാൽ എൻ്റെ ഒരു ബ്രദർ പോലെയാണ്, ഫ്രണ്ടിനെക്കാട്ടിലും ബ്രദർ. വെച്ചാൽ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയ ബ്രദറാണ്. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലും അങ്ങനെ തന്നെ. അമ്മയൊക്കെ ആയിട്ട് ഞാൻ കമ്പനിയാണ്. അങ്ങനെ ഇവള് മാത്രമല്ല, ഒരുപാട് എൻ്റെ കൂട്ടുകാരിമാരുടെ വീട്ടുകാരുമായിട്ട് ഞാൻ സഹകരിക്കുകയാണ്, കമ്പനിയാണ്. അതുകൊണ്ട് അവർക്ക് എന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് സീനില്ല. അറിയാത്തവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഫാമിലി അല്ല, അതായത് പുറത്തുനിന്ന് ആൾക്കാർ എന്നെ അറിയത്തില്ല. ഞാൻ ഇവൻ്റെ കൂടെ നടക്കുന്നത് വേറെ എന്തിനാ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പറയുകയാണെങ്കിൽ സെക്സിനാ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ഗേൾസായിട്ട് ഞാൻ നടക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ നടക്കുന്നതെന്നാണ് പുറത്ത് ഉള്ളവർ ചിന്തിക്കുന്നത്. സത്യത്തിൽ അതിനെല്ലെന്നും ഗേൾസിനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ഇത്രയും ഗേൾസ് എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട്
ഒന്ന് ആലോചിക്കാം ഇതുകൊണ്ടാണ്. അതായത് അവർക്ക് ഓക്കെയാണ് ഞാൻ, മനസ്സിലായോ? ആഷിക്കിന് ഫിലിമിൽ എവിടെയെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? ഒരു 2 ചെറിയ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഉണ്ട്. അല്ലാതെ ഫിലിമാണോ ഒരു ഡ്രീം മനസ്സിൽ? അല്ല 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 ഫിലിമായിട്ട് വലിയ ഇതൊന്നുമില്ല. അഭിനയിക്കാൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക്. ആഷിക്കിന്റെ കോൺസെപ്റ്റില് ഗേൾ ഫ്രണ്ടും ബെസ്റ്റിയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരുന്നാലും ബെസ്റ്റി ആയിരുന്നാലും ഒരുപോലെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ. അതായത് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തേക്കുന്നു. പക്ഷെ ബെസ്റ്റി അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്ക് ബെസ്റ്റീനെ ഉണ്ടാക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ കളയുന്നു. അതാണ് ഇപ്പോഴത്തെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അത് മാത്രമാണ്. അതായത് ഗേൾ ഫ്രണ്ടിനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തേക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ തേക്കുന്നു. പിന്നെ അതുപോലെയാണ് ബെസ്റ്റിയും. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല സത്യം. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇതുവരെയും ഗേൾ ഫ്രണ്ട് 4 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുവരെയും ഗേൾ ഫ്രണ്ട് ഇല്ല. താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് സ്നേഹം കിട്ടണമെന്ന് ഭയങ്കര താല്പര്യമാണ് സത്യം. ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത സ്നേഹം ഉണ്ടല്ലോ, അത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ജലസി തോന്നുന്ന ഒത്തിരി ആൾക്കാരാണ്. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത്രയും പെമ്പിളാരോടെ നടക്കുന്നു, പലർക്കും അത് പറ്റുന്നില്ല, അതെന്തുകൊണ്ട് ആഷിക്കിന് പറ്റുന്നു? അപ്പൊ ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര അസൂയായിരിക്കും ആഷിക്കിനോട്. ചുറ്റും ഇപ്പം ഫാൻസിനെക്കാട്ടും കൂടുതൽ അസൂയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. അവർ കാരണം എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതായത് എന്നെക്കുറിച്ച് അവർ ഭയങ്കര രീതിയിൽ മോശമായിട്ട് ഗേൾസിനോടൊക്കെ പറയുമ്പോൾ എന്നെ അറിയാത്ത ഗേൾസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ എന്നോട് സംസാരിക്കാൻ, ഞാൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട് ഇത് പറയുമ്പോൾ. അപ്പോൾ അവരെന്നോട് വന്നിട്ട് കമ്പനിയാവും, ഞാൻ അവരായിട്ട് നല്ല ക്ലോസ് ആവാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ എൻ്റെ ഹേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും നന്ദി മാത്രം. അവർ കാരണം ഞാൻ ഇത്രയും വലുതായത് സത്യം പറഞ്ഞാൽ. ഹേറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെന്നെ അറിയുന്നത്. ഇവൻ ആരാ, ഇവൻ എന്താ, ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതോറും എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറയും. അത്രയ്ക്ക് മോശമായിട്ട് രീതിയിൽ എന്നെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. എന്നെ പറയുന്നത് മാത്രമല്ല, എൻ്റെ ഗേൾസിനെ കുറിച്ച് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ വിഷമം. എൻ്റെ കൂടെ നടക്കുന്ന ഒരു ഗേളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാര്യം ഞാൻ കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് കേൾക്കുന്നത് ഞാൻ കാരണം. സത്യത്തിൽ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷെ അവർ അങ്ങനെ വരുത്തി തീർക്കുക. ഇപ്പോൾ ഇവളെൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ ഇവളായിട്ട് വേറെ എന്ത് റിലേഷനാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ ഇല്ല, മനസ്സിലായോ? അപ്പോൾ ഇവൾക്ക് വിഷമാവും. ഇവൾക്കിപ്പോൾ ഇവളായതുകൊണ്ട് ഇവൾക്ക് സീനില്ല, ഇവൾ തിരിച്ച് പറയാനുള്ള ആ ഒരു ഇത് ഇവൾക്കുണ്ട്. പക്ഷെ എല്ലാ ഗേൾസും അങ്ങനെയല്ല, അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. പക്ഷെ അത് ഞാൻ കാരണമാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് എന്നെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക, അറിയാതെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ജോലിക്കൊക്കെ പൊക്കിയൂടെ, ഇങ്ങനെ നമ്മളവരുടെ കറങ്ങി നടക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ? ഉണ്ട്, ഒരുപാട് പേര് നീ എന്താ ചെയ്യുന്നത്, നിന്റെ ജോലി എന്താ, ഇതൊക്കെ എന്നോട് ചോദിക്കാറുള്ളത്. ശരിക്കും ആഷിക്കിന് ജോലിയുണ്ടോ? എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ കറങ്ങി നടക്കാം. എൻ്റെ ചേട്ടൻ കാരണമാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. എൻ്റെ ചേട്ടൻ, അമ്മയും അച്ഛനൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടുകാർ എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ചേട്ടനാണ് എനിക്ക് തരുന്നത്. എൻ്റെ ചേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ആവശ്യത്തിന് എന്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല അവർ ചെയ്തു തരും. അതിലൊരു കുഴപ്പമില്ല. ചേട്ടൻ എടുത്ത് പറയാം, എൻ്റെ ചേട്ടനെ എല്ലാം എന്നെ നോക്കുന്നതും എല്ലാം ചെയ്യുന്നത് എൻ്റെ ചേട്ടനാണ്. എൻ്റെ അച്ഛനായിരുന്നു അമ്മയായിരുന്നാലും അവരോട് എനിക്ക് നന്ദിയുള്ള, എനിക്ക് ദൈവം തന്നതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നത്, ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത്. അതാണ്. ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഗേൾസ് അങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യണോ, അതോ ആഷിക്ക് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാം? അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് ഞാനും വിളിക്കാറുണ്ട്, ഇങ്ങോട്ടും വന്ന് എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനും അവരോട് പറയാറുണ്ട് വീഡിയോ എടുക്കാം. എൻ്റെ റീച്ചിങ് അതല്ല, അതുകൊണ്ട് ഗേൾസ് ആണല്ലോ മുഖ്യം, അതാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഗേൾസ് ആണോ ബോയ്സ് ആണോ ഉള്ളത്? ബോയ്സ് ഒരുപാട് ഫാൻസ് ഉണ്ട്, ബോയ്സാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്. പക്ഷേ എനിക്കൊരു ഇതുണ്ട്, അതായത് എന്നെ ഗേൾസൊക്കെ വിളിക്കാറുണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ, കോളൊക്കെ നമ്പറൊക്കെ എവിടെ നിന്നൊക്കെ സെറ്റാക്കിയിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വിളിക്കുന്നതാ. പ്രപ്പോസലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ പറയും
ഇങ്ങനെ ഓപ്പണായിട്ട് പറയും എനിക്ക് ലവ് ചെയ്യാൻ താല്പര്യമില്ല. അതായത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കിപ്പോൾ ഒരു ലവ് വേണമെന്ന് ആലോചിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് എന്നെ മനസ്സിലാക്കി, എന്നെ ഉൾക്കൊണ്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ പ്രണയിക്കണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നാൾ പ്രണയിച്ചിട്ട് മുങ്ങാനുള്ള ഇതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ആഷിക്കിനെ പ്രണയിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കുട്ടി വന്നെന്ന് വെച്ചു, ആ ആൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എന്നെ സ്നേഹിക്കുക, ഒന്നാമത്തത് എന്നെ നല്ല രീതിക്ക് സ്നേഹിക്കുക. പിന്നെ എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുക. വെറുതെ സ്നേഹിച്ചിട്ട്, സ്നേഹം പലവിധമാണല്ലോ, വെറുതെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. എന്നെ മനസ്സിലാക്കി സ്നേഹിക്കണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ മനസ്സിലാക്കുക, വേറെ ഒന്നുമില്ല. എങ്ങനെയാണ് ഗൗരി ആഷിക്കായിട്ട് പുറത്ത് പോകുമ്പോൾ ഉള്ള ഫാൻസിൻ്റെ ഒക്കെ റിയാക്ഷൻ? പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോയി ക്രൗഡായിട്ടുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ കൂടുതലും ഗേൾസ് അല്ല ബോയ്സ് ആണ് ഫാൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സെൽഫി എടുക്കാനായാലും ഒക്കെ കൂടുതലും ബോയ്സാണ് വരുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു ഗേൾസ് മാത്രമായിട്ടൊരു കമ്പനിയുള്ളൂ എന്നൊക്കെ. കൂടുതലും ബോയ്സാണ് ഫാൻസും സെൽഫി എടുക്കുന്നതും. ബ്രോ ഇത്ര ക്രൗഡിൻ്റെ ഇടയിൽ അവനെ കണ്ടുപിടിച്ച് വന്ന് സെൽഫി എടുക്കുന്നതൊക്കെ അവന് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. പക്ഷേ നെഗറ്റീവ്സ് പറയണവർക്ക് പറയാം, പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ ആശി എന്താണെന്നുള്ളത്. അതാണ് സത്യം. എന്നെ മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ എന്താണെന്ന്. അല്ലാതെ പുറത്തുനിന്ന് കാണുന്നവർ പലതും ചിന്തിക്കും, അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ആഷിക്ക് എങ്ങനെയാണ് ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് ഇഷ്ടം. അതായത് രാവിലെ ഒന്നിനെ ഇറങ്ങത്തില്ല, വെയിലൊക്കെ ആയതുകൊണ്ട് ഇറങ്ങത്തില്ല. ഉച്ചയ്ക്ക് ശേഷം പിന്നെ പുറത്തിറങ്ങി ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാവരും, എനിക്ക് 1-2 പേരായിട്ട് നടക്കുന്നതല്ല ഇഷ്ടം. ഒരു ഗ്യാങ് അടിച്ച് കറങ്ങി ചുറ്റി നടക്കുന്നതാണ്, മനസ്സിലായോ? രാത്രി ഏറ്റവും കൂടുതൽ പാട്ട്, ചില്ല്, ഡാൻസ്, പാർട്ടി, ഇതൊക്കെ. ഏറ്റവും കൂടുതൽ കറങ്ങി നടക്കുന്ന സ്ഥലം എനിക്ക് മുമ്പായിരുന്നെങ്കിൽ മാനവിയായിരുന്നു ഇഷ്ടം, ഇപ്പം കഴക്കൂട്ടം. ഫേവറേറ്റ് ഫുഡ്? മന്തി. ഗൗരിയുടെ? എനിക്ക് ബിരിയാണി. ഫുഡ് എന്താ ഇഷ്ടം? എനിക്ക് ഫ്രൈഡ് റൈസ്. ഇപ്പോൾ ആഷിക്കിന് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 26. ഇപ്പം ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെയൊക്കെ നടന്നു, ഒത്തിരി ഫുൾ വീഡിയോസ് ചെയ്യുന്ന എല്ലാം ഗേൾസിനോട്. ഇനിയിപ്പോൾ പെണ്ണ് കിട്ടുമോ ആഷിക്കിന്? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതായത് എനിക്കിപ്പോഴും പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ഗേൾസിൻ്റെ കൂടെയാണല്ലോ. ചിലപ്പോൾ ഇനി നന്നാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് വരുന്നവരാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ലൈന് സെറ്റായി കഴിഞ്ഞാൽ എന്തായാലും ഇത്രയ്ക്കും ഇതായിട്ട് ഞാൻ വീഡിയോ ചെയ്യത്തില്ല, അത് ഉറപ്പാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കളയത്തില്ല. അതും പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അവരുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട തീരുമാനിക്കാനും ഗേൾഫ്രണ്ട് ഇഷ്ടപ്പെടത്തില്ലെന്ന് വെച്ചിട്ടാണോ? അങ്ങനെ അല്ല, അതായത് അത് തന്നെ. അതായത് അവർക്ക് വിഷമാവുണ്ടല്ലോ. അതായത് അവളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്താൽ എനിക്ക് വിഷമാവും. അത് ആർക്കായിരുന്നാലും സ്നേഹിക്കുന്ന ഒരാൾക്ക് വിഷമാവും. അതുകൊണ്ട് മാത്രം ഞാൻ അത് കുറയ്ക്കും, പയ്യെ കുറയ്ക്കും. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനെ കളഞ്ഞിട്ട് ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് വേണ്ട. അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, എൻ്റെ ഗേൾസ് ഉള്ളതുകൊണ്ട്. അതാ ഈ കണ്ടന്റ് ഒക്കെ എഡിറ്റിംഗ് ഒക്കെ ആഷിക്ക് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഐഡിയാസ് ഒക്കെ എവിടുന്ന് കിട്ടും? ഐഡിയാസ് എനിക്ക് പെട്ടെന്ന് ഇത് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവളുടെ കൂടെ ഇരുന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ എഡിറ്റിങ് ചെയ്ത് പിന്നെ പാട്ടൊക്കെ കയറ്റിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ പുറത്ത് പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് പറവ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് പറയണത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എല്ലാം പെട്ടെന്ന് ഏത് വീഡിയോസ് ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ പെട്ടെന്ന്, എനിക്ക് എല്ലാവരും പോലെ ഭയങ്കര ബുദ്ധിമുട്ട് ആക്കിയല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് കുറച്ച് ഇതായിട്ടാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. ജസ്റ്റ് ഒന്ന് ആരെങ്കിലുമൊക്കെ അടുത്തായിരുന്നു വീഡിയോ എടുക്കുന്ന, പ്രത്യേകിച്ച് ആരുമില്ല. എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉള്ള ആരെങ്കിലും വിളിച്ചിട്ട് കുറച്ച് നേരത്തെ ഇതുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ എഡിറ്റിങ്ങിലായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. അല്ല, എല്ലാവരും പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ വീഡിയോ ഇടുന്നത്. ഇന്ന് ക്വിക്കായിട്ടാണ് നമ്മൾ ചെയ്യണതെല്ലാം, പെട്ടെന്നായിരിക്കും. വെച്ചാൽ അപ്പോൾ പ്ലാൻ ചെയ്യുന്നു, അപ്പം തന്നെ ആ വീഡിയോ എടുക്കുന്നു. അവൻ ചിലപ്പോൾ അപ്പം തന്നെ പോസ്റ്റും ചെയ്യും, എഡിറ്റ് ചെയ്ത്. എല്ലാം പെട്ടെന്നാണ് ചെയ്യണതെല്ലാം. ആഷിക്കിന്റെ വക ഒരു ഗേളിന്റെ മനസ്സിൽ കയറി പറ്റാനായിട്ടുള്ള ടിപ്സ് എന്ന് പറയുമ്പോൾ ഓഡിയൻസിന് വേണ്ടി പറയാമോ? എന്താ പറയാ, അല്ല, അതായത് ഒരു പെണ്ണെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവളെന്താണെന്ന് ആലോചിച്ച് ഇവൾക്ക് എന്താ ഇഷ്ടം അത് ഞാൻ ചെയ്യുക. ഇവൾക്ക് എന്താ സംസാരിക്കാൻ ഇഷ്ടം അത് ഞാൻ ചെയ്യുക. അതാണ് സത്യം പറഞ്ഞാൽ.
അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെ ഒരു പെണ്ണിനെ സെറ്റാക്കാനായിട്ട് ഈസിയാണ് സത്യം പറഞ്ഞാൽ. ഈ ഇവരൊക്കെ പറയും ഒരു പെണ്ണിനെ സെറ്റാക്കി കൊടുക്കണമെന്നൊക്കെ പറയുന്നവർ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു പെണ്ണിനെ സെറ്റാക്കി വേറെ ഒരാളിന് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്വന്തമായിട്ട് സെറ്റാക്കാൻ ഈസിയാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ കാര്യം വെച്ചിട്ട് ഒരു പെണ്ണിനെ സെറ്റാക്കാൻ വലിയ പാടൊന്നുമില്ല, ഈസിയാണ്. ആഷിഖിന്റെ ഫോണിൽ എത്ര ഗേൾസിന്റെ നമ്പർ ഉണ്ട് ടോട്ടൽ? ഒരു ഏകദേശം ഒരു എണ്ണം പറയുകയാണെങ്കിൽ. ഏകദേശം ഏറ്റവും കൂടുതൽ ഗേൾസിൻ്റെ നമ്പറാ ഒരു 1000 കാണുമായിരിക്കും. ഇപ്പൊ ഇത്രയും ഫാൻ ബേസസ് ഒക്കെ ആയി, ഇത്രയും ഗേൾസുമായിട്ട് വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് ബ്രേക്കപ്പ് ആയി പോയ ആള് തിരിച്ചു വന്നോ? തിരിച്ചു വന്നെന്ന് വെച്ചാൽ അവളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ അറിയാതെ പറ്റിയതാ, എനിക്കിപ്പോൾ അതിന് വിഷമമുണ്ട്, നിന്നെ ഞാൻ ഇങ്ങനെ തേച്ചത് കൊണ്ട് വിഷമം. അതിപ്പോ ഇത്രയും ഒരു ഫേമസ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് അതായത് കല്യാണം കഴിച്ച് ഹസ്ബൻഡായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്ന് അറിയത്തില്ല. അതായത് അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യണം, അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അതിനെ ചെയ്തത് ഏറ്റവും വലിയത്. ഗേൾസ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്യല്ലേ, അപ്പൊ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇവൻ ഏതാന്നൊക്കെ അന്വേഷിച്ച് വീട്ടിലോട്ട് കയറി വന്നിട്ടാണ്? അങ്ങനെ ആരും ഇത് വരാണ്. എന്നെ കുറിച്ച് എല്ലാവരോടും തിരക്കാറുണ്ട്, ഇവ എന്താ ചെയ്യുന്നത്, എന്താ പണി, അതൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ വീട്ടിലൊന്നും ആരും വീട്ടിൽ വരത്തില്ല. കാരണം 5 തെങ്ങെന്ന് പറയുന്നത് ഒരു പ്രത്യേകമുള്ള സ്ഥലമാണ്. അവിടെ ആൾക്കാർ പേടിയാ, മറ്റുള്ള സ്ഥലക്കാർക്ക് എന്തോ പേടിയാ. 5 തെങ്ങെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. എൻ്റെ ഫ്രണ്ട്സൊക്കെ 5 തെങ്ങിലുള്ളതാണോ എന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. 5 തെങ്ങിന് അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ആരും വരത്തില്ല. 5 തെങ്ങ് കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. അത് അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണ്. ആഷിഖിന്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാൻ വാക്കുകളില്ലാത്തൊരു കാര്യം അതാണ്. കാര്യം ഫ്രണ്ട്സാണ് എനിക്കെല്ലാം സത്യം പറഞ്ഞാൽ. എൻ്റെ 5 തെങ്ങിലുള്ള ഫ്രണ്ട്സാണ്. അവന്മാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന്മാരുടെ കൂടെ നടക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കാൻ മാത്രമായിട്ട്. പിന്നെ എൻ്റെ ഇതുപോലെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളതും കൊച്ചിയിലുള്ളതും അവരൊക്കെ എനിക്ക് ഭയങ്കര, അവൻ്റെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നും എനിക്ക് ഇതുവരെ ഒന്നിനും കിട്ടിയിട്ടില്ല. അവൻ്റെ കൂടെ ചിലവഴിക്കും, അത് മാത്രമാണ് എൻ്റെ അടുത്ത നാളെ ആരുടെ കൂടെ പോവുക. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ഇതുവരെ വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. അതാണ് എൻ്റെ ആരും. കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ട്? എനിക്ക് എല്ലാ സ്ഥലത്തും ഒരു ഫ്രണ്ടെങ്കിലും കാണും. അപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എവിടെ പോയാലും ബോറടിക്കത്തില്ലല്ലോ? എവിടെ പോയാലും നിൽക്കാനും സ്പെൻഡ് ചെയ്യാനും ഒക്കെ സ്ഥലവും ആൾക്കാരും. ഞാൻ ഇപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് അവിടെ കാണും. എനിക്ക് ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾ ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ കറങ്ങാനും എല്ലാത്തിനും അവർ വരാറുണ്ട്. അതാണ് എനിക്കിഷ്ടം. അതൊക്കെ ഗേൾസിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക, അതൊക്കെ എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണ്? ചേച്ചീനെ, എൻ്റെ ചേച്ചി. ചേച്ചി ഇപ്പം ഇല്ല എൻ്റെ കൂടെ, മരിച്ചു. മരിച്ചു. എന്ത് പറ്റിയതായിരുന്നു? ചേച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇപ്പം ആഷിക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്, ഇത്ര ആൾക്കാർ കാണുന്നു, പക്ഷെ എന്തുകൊണ്ട് അത്രയും ഫോളോവേഴ്സ് ആഷിക്കിനില്ല? അതായത് എനിക്ക് ഫാൻസ് ഉണ്ട്, പക്ഷെ എന്നെ ഫോളോ ചെയ്യത്തില്ല. എന്നെ അസൂയാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ വീഡിയോ കാണുന്നത് അവർക്ക് ഇഷ്ടമില്ല. അവർ ഒരുപാട് കമൻറ്റിൽ തന്നെ ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നെ ഫോളോ ചെയ്യാത്തത്. പക്ഷേ വ്യൂസ് ഒരുപാടുണ്ട്, മില്യൺസൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ ഫോളോ ചെയ്യില്ല. അതെന്താണെന്ന് ഇത്ര നാളായിട്ട് അറിയത്തില്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ നടക്കും. ഇപ്പോൾ ഇത്രയും ഗേൾസിൻ്റെ കൂടെ നടക്കുമ്പോൾ അവർക്ക് ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അതുകൊണ്ടാണ് എന്നെ ഫോളോ ചെയ്യാത്തത്. സത്യം എൻ്റെ വ്യൂസിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്തായാലും ഒരു 200-250K ഫോളോവേഴ്സ് ആവേണ്ടതാണ്. പക്ഷെ ആയിട്ടില്ല, ആരും ഫോളോ ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും എന്നോട് അസൂയ, അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ആസ് എ ഫ്രണ്ട് ആഷിഖ്? ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് ഗൗരിയായിട്ട് കമ്പനി ആയിരുന്നു, അപ്പോൾ അതിന് മുമ്പ് ഇപ്പോഴുള്ള ഒരു ചേഞ്ച്, എന്തെങ്കിലും മാറ്റം? മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് കമ്പനി ആകുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ 4 ഇയറും അതുപോലെ തന്നെ. ഒരു അങ്ങനെ പിണങ്ങിയിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലാണ്ട് പിണങ്ങിയിട്ടില്ല ഇതുവരെ. അവൻ അങ്ങനെ ആരോടും പിണങ്ങത്തില്ല. എനിക്ക് ആരോടും അടി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ല. എല്ലാവരും പിണങ്ങിയിരിക്കുന്നവർ തമ്മിൽ തന്നെ മിണ്ടിപ്പിക്കാൻ നോക്കും. അങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ, അങ്ങനെയാണ്. എന്തിനാണ് എല്ലാവരും പിണങ്ങിയിരിക്കുന്നത്? ഒത്തിരി വീഡിയോസ് കണ്ട് ഒത്തിരി തമിഴ് ഫാൻസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച്? ഇപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് ഫാൻസ് ആയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവർക്ക് ഞാൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹം.
എന്നെപ്പോലെ നടക്കാൻ ആഗ്രഹം. അങ്ങനെ എനിക്ക് മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് മെസ്സേജ് വരുന്നു. ഗേൾസ് ആയിരുന്നാലും ഡേറ്റിംഗ് ഒക്കെ വിളിക്കാറുണ്ട് ഗേൾസ്. ഞാൻ പറയും ഇപ്പം പറ്റൂല, പിന്നെ സമയമാകുമ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും പൈസ പോലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വാ നിനക്ക് ചിലവിന് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ഗേൾസൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് മെസ്സേജ് വരാറില്ലേ, എനിക്കൊരു ഗേളിനെ സെറ്റാക്കി തരുമോ ബ്രോ, ഒരാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരാമോ, അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നവരോട് എങ്ങനെയാണ് ആഷിഖ് റിയാക്ട് ചെയ്യുന്നത്? അത് എനിക്ക് പറ്റത്തില്ല. എനിക്കെങ്ങനെ ഇപ്പോൾ ഒരാളിനെ സെറ്റാക്കി കൊടുക്കുന്നത്, അത് അവർ തന്നെ സെറ്റാക്കേണ്ടതാണ്. അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ഇതെൻ്റെ ഫ്രണ്ട്സാ, അവരെ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ. ഇതെൻ്റെ ഫ്രണ്ട്സ് അല്ലേ, അവരെങ്ങനെയാണ് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നത്? അതെനിക്ക് അവരോട് പറയാനുള്ള. അവർ അറിവില്ലാതെ എന്നോട് അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. അതിലൊരു കാര്യമില്ല. റെസ്പോണ്ട് ചെയ്യാറുണ്ട് എപ്പോഴും? എല്ലാവർക്കും ഞാൻ കൊടുക്കുക. എൻ്റെ മൂഡ് അനുസരിച്ചാണ് എല്ലാവർക്കും ഇത് ചെയ്യുന്നത്. ഒരു മാസ്റ്റർ ക്ലാസ് വെച്ചിട്ട് ഇവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ആഷിഖ് എങ്ങനെയാണ് ഇത്രയും ഗേൾസുമായിട്ട് കറങ്ങി നടക്കുന്നതും? ഇപ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ്, അവർക്ക് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് നടക്കണമെന്ന്. അപ്പം ആഷിഖിൻ്റെ ക്ലാസ് വെച്ചൂടെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്ന് പറയണമെന്ന് അറിഞ്ഞൂടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിലൊരു പ്രത്യേകത ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒത്തിരി കമൻസിലും കാണാറുണ്ട് കോളനി നീ കോളനി അല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ടേം ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ആഷിഖ്? അത് പറയുന്നവർ പറയട്ടെ, അതിലൊരു കാര്യമില്ലല്ലോ. എനിക്കിതുവരെ അത് പറയുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഈ പറയുന്ന ആരാ കോളനി ആയിരിക്കും ഇത് പറയുന്നത്? ആ കോളനി എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ടല്ലോ എന്താണ്. അതായത് ഇപ്പോൾ കോളനി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ കോളനി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും മനുഷ്യരല്ലേ, മനസ്സിലായി, എല്ലാവരും മനുഷ്യരാണ്. അത് കോളനി അങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്താണ്? വീട്ടുകാര് ഇവന്റെ അച്ഛനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്? വീട്ടുകാരുടെ അച്ഛനൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നില്ലല്ലോ എന്ന്. അത് ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടുകാരങ്ങനെ സപ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല. അച്ഛനമ്മയും അറിയത്തില്ലല്ലേ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്നെ വഴക്ക് പറയും, ഇതെന്താ നാട്ടുകാരെന്ത് പറയും എന്ന് അത്രേ പറയത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ സീനൊന്നുമില്ല. എൻ്റെ ചേട്ടൻ സപ്പോർട്ടാണ്, വേറെ ആരുമില്ല. എൻ്റെ ചേട്ടനെ എനിക്ക് സപ്പോർട്ട് എല്ലാത്തിനും. അതുകൊണ്ട് പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ബഹുമാനം ഉള്ള എല്ലാവരും. ഇടയ്ക്ക് ലൈവിൽ വന്നിട്ട് ഏഞ്ചൽ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ആഷിഖിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറെ ആൾക്കാർ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് സംഭവം ആക്ച്വലി? ഏഞ്ചൽ ബേബിയുടെ അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഞാൻ അവളിപ്പോൾ അടി വയ്ക്കാൻ ചെറിയൊരു കാരണമുള്ളൂ. അതായത് അവൾക്കിപ്പോൾ ഫോളോവേഴ്സ്, അതായത് എൻ്റെ കൂടെ നടന്നപ്പോൾ വെറും 9K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാടായി. അതായത് എന്തോ വളർന്നെന്നുള്ള ഒരു വലിയ ഇതാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ അൺഫോളോ അടിച്ച്. കാര്യം എന്താണെന്നറിയോ, എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടു. ഞാൻ അവളുമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അവൾ ഒരു കമൻറ്റ് ഇട്ടു, ഇവൻ കുണ്ടനാണ്, ആരും വിഷമിക്കേണ്ട, ഇവൻ കുണ്ടനാണോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ച, അതെൻ്റെ ഫ്രണ്ടല്ലേ, ആ ഒരു ഇതിൽ ഞാൻ ചിരിച്ചു. ഏതോ ഒരു പയ്യൻ വന്നിട്ട് അത് ശരിയാ, ഞാൻ കുണ്ടനാണ്, അതായത് ഞാൻ കുണ്ടനാണ്, അവള് വെടിയാണെന്ന് അത് പറഞ്ഞു. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത് കിട്ടിയോ ഇല്ല ചോദിച്ച് മേടിച്ച്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ എൻ്റെ അടുത്ത് വേറൊരു തെറ്റുമില്ല. അതിന് അവള് നീയൊക്കെ ഒരു കൂട്ടുകാരനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അതായത് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പറഞ്ഞു. ലാസ്റ്റ് ഇവള് എന്നെ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് ചീത്ത പറഞ്ഞു. ഞാൻ ഒരുപാട് ക്ഷമിച്ച്. ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടാ ഫ്രണ്ട്സ് ആ ഒരു ടോക്കിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അങ്ങനെയാണ് ഞാൻ ഈ കമൻറ്റ് ഇട്ടത്, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് പറഞ്ഞു. അപ്പോൾ വീണ്ടും സംസാരിച്ചുകൊണ്ട് നല്ല സീൻ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം ഇങ്ങനെ തിരിച്ച് ഞാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ അടിയായത്. അതുപോലെ ലൈവിലും വന്നിട്ട് ആശയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തിലും അത് ആരാ എന്ന് ചോദിച്ചാൽ ആശയുടെ കൂടെ എന്താണ് റീച്ച് ഉണ്ടാക്കിയത് അത് എല്ലാവർക്കും അറിയാം. 4 പേര് അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ ലൈവിൽ വന്നിട്ട് ഹെയർ ബോയ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഏത് ഹെയർ ബോയ് എനിക്ക് അറിഞ്ഞൂടല്ലോ എന്നുള്ളൊരു രീതിയിലായി മാറി. കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കയറിയപ്പോഴത്തേലും അങ്ങനെ എത്ര ഫോളോവേഴ്സ് ആയിരുന്നാലും അവൾ നന്നായിരുന്നോ മതി, അത്ര എനിക്ക് പറയാനുണ്ട്. അതൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു ചെറിയ ടാസ്ക് വരാം. എന്തായാലും ഒരു 1000 ഗേൾസ് നമ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡന്റിൽ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഒരു ഗേളിനെ ഇപ്പൊ വിളിച്ചിട്ട് രാത്രി ഒന്ന് ഔട്ടിങ്ങിന് പോകാനായിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആളുടെ റിയാക്ഷൻ എന്താണ്? സ്പീക്കർ ഫോണിൽ. ഓക്കെ, ആരെ വിളിക്കണം?
ഒരാളുണ്ട്, നന്ദൂസ്. ഹലോ, എവിടെ നീ? റൂമില. ഫ്രീ ആണോ ഇപ്പോൾ? കറങ്ങാൻ പോയാലോ? പിന്നെ നീ ഇറങ്ങോ? ഞാൻ ഒരു 10 മണിയാകുമ്പോൾ വരാം. ഒരു 20 മിനിറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്ര പോരെ? അടിപൊളി. അപ്പൊ ഇപ്പൊ തന്നെ ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷൻ മാറി കാണും ആരാണ് ആഷിഖ് എന്ന്. അപ്പൊ ടേണിംഗ് പോയിന്റിൽ വന്നതിനും ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിനും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.